നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, ഞാൻ കാസർഗോഡ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 22ാം വാർഷിക റിപ്പോർട്ടാണ്. അധ്യക്ഷൻ സയ്യിദുൽ ഉലമ അല്ലാമ അൽ ഹാജി ഹക്കീം അബുൽ ഹസനൈൻ സയ്യിദ് ആലെ മുസ്തഫ സാഹിബ് മാർഹിറ UP. ഉദ്ഘാടകൻ ശംസുൽ ഉലമ മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ അവറുകൾ. 29/12/63 എന്ന് പറഞ്ഞാൽ ഇന്നലേക്ക് 60 കൊല്ലം തികയുന്നു. അതാണ് 29/12/63. ഇന്നലെ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ 29/12/63 നമ്മുടെ ഉലമാക്കൾ അംഗീകരിച്ച് ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ പിൻതലമുറയിലേക്ക് ഏൽപ്പിച്ച ആ മഹത്തായ പതാക, ആ പതാകയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ ഉയർന്നു കിടക്കുന്നത്. 60 കൊല്ലം മുമ്പ് ആ പണ്ഡിതന്മാർ, മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ ഉദ്ഘാടനം ചെയ്ത സമ്മേളനം, ആ സമ്മേളനത്തോടനുബന്ധിച്ച് അംഗീകാരം നൽകിയ ആ പതാകയാണ് നാം സമസ്തയുടെ മുൻഗാമികളായ ആലിമീങ്ങളുടെ ഒക്കെ മഖ്ബറുകളിൽ ചെന്ന് സിയാറത്ത് ചെയ്ത്, ഇവിടെ മാലിക് ദീനാർ മസ്ജിദിൽ ചെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉയർത്തിയത് ആ പതാകയാണ്. ഒരു കാര്യം പറയട്ടെ, ആ മഹാന്മാർ ഉയർത്തിപ്പിടിച്ച പതാകയും അവരുയർത്തിപ്പിടിച്ച ആശയവും ഒരൽപ്പവും താഴോട്ട് പോകാതെ അത് ഉയർത്തിക്കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അൽഹംദുലില്ലാഹ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും അതിന് സന്നദ്ധരാണ്. നമ്മൾ ഒരിക്കലും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ അല്ല. നമ്മുടെ മുൻഗാമികളും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ അല്ല. സമുദായത്തിന് എവിടെയാണോ ഉറുമ്പരിക്കാൻ പോകുന്നത്, എവിടെയാണോ ചെതലരിക്കാൻ പോകുന്നത്, എവിടെയാണോ സമുദായത്തിന്റെ ആശയം നശിപ്പിക്കാൻ പോകുന്നത്, അതിനെ ആരാണ് അപ്പുറത്തുള്ളത് എന്ന് നോക്കാതെ അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് ചെയ്തത്. അത് പിന്തുടർന്നുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നും ഇന്നും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.